ജീവിതം പലപ്പോഴും ദുഷ്കരമായിരിക്കും. ചിലപ്പോൾ എല്ലാം നമുക്ക് എതിരാണെന്ന് തോന്നും. കൊടുങ്കാറ്റ് ഒടുവിൽ സൂര്യപ്രകാശത്തിലേക്ക് വഴിമാറുന്നതുപോലെ ഇരുണ്ട നിമിഷങ്ങൾ പലപ്പോഴും വളർച്ചയ്ക്കും വിജയത്തിനുമുള്ള ഏറ്റവും വലിയ അവസരങ്ങൾ നൽകുന്നു. വെല്ലുവിളികളെ നേരിടുന്നതിനെക്കുറിച്ചും ഒരിക്കലും തളരാതിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു കഥയാണിത്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തോന്നിയാലും പ്രതീക്ഷയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും തരണം ചെയ്യാനും ഒടുവിൽ കൂടുതൽ ശക്തമായി പുറത്തു വരാനും കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലുമായി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു കാട്ടിൽ ധൈര്യശാലിയായ മാൻ ജീവിച്ചിരുന്നു. അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൾ കാട്ടിൽ പുല്ലുമേഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു ഭയാനകമായ കാഴ്ച കണ്ടത്. പടിഞ്ഞാറ് ദിശയിൽ നിന്നും കാട്ടുതീ പടർന്നു പിടിക്കുന്നു. ഇത് മനസ്സിലാക്കിയ മാൻ കുറെ നേരം മുന്നിലേക്ക് ഓടാൻ തുടങ്ങി. ഓടി ഓടി ശീലിച്ച മാന് പ്രസവവേദന കലശലായി. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ അടുത്ത് കണ്ട ഒരു പുഴയിലേക്ക് ഇറങ്ങി നിന്നു. അവൾ ആകെ ഭയന്ന് തുടങ്ങിയിരുന്നു. കാരണം തനിക്ക് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് തൻ്റെ വീട് കാട്ടുതീയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഞെരുക്കം കേട്ടു. ആരോ തൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ നേരെ അമ്പുമായി പതുങ്ങി നിൽക്കുന്ന ഒരു വേട്ടക്കാരനെയാണ്. മാൻ വിചാരിച്ചു ഓടി രക്ഷപ്പെടാമെന്ന്. അങ്ങനെ വലത്തുവശത്തേക്ക് നോക്കിയപ്പോഴാകട്ടെ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ പൊന്തക്കാട്ടിൽ തന്നെ ലക്ഷ്യം വെച്ചു നിൽക്കുന്നു. കണ്ണുകൾ കണ്ടതും മാനിന് മനസ്സിലായി അതൊരു സിംഹത്തിൻ്റെതാണെന്ന്. ഇനി ഏത് ദിശയിലേക്ക് ഓടണമെന്ന് നോക്കിയപ്പോൾ മാനിന് മനസ്സിലായി താൻ കുടുങ്ങിയിരിക്കുന്നു എന്ന്. കാരണം ഒരു ദിശയിൽ സിംഹം, അതിൻ്റെ എതിർദിശയിൽ വേട്ടക്കാരൻ, മൂന്നാമത്തെ ദിശയിൽ പുഴ, പുഴയിലാണെങ്കിൽ നിറയെ മുതലകളും, നാലാമത്തെ ദിശയിലാണെങ്കിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നു. 4 വശങ്ങളിലും പ്രതിസന്ധികളാൽ ചുറ്റപ്പെട്ട മാൻ ഒരു നിമിഷം ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ വയറ്റിലെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും കാക്കണം, അതോടൊപ്പം തൻ്റെ ജീവനും. ഇപ്പോൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശാരീരിക ക്ഷമത തനിക്കില്ല. ഇനി എന്തു ചെയ്യും? ഒരു നിമിഷ നേരം കൊണ്ട് മാൻ പേറ്റുനോവുള്ള അമ്മയുടെ ധൈര്യം മനസ്സിൽ കരുതി ഒരു 4 ചുവട് പിന്നിലേക്ക് വെച്ചു. ഇപ്പോൾ മാനിനെ ശരിക്കും വേട്ടക്കാരന് കാണാം. മാൻ പയ്യെ കഴുത്ത് എതിർദിശയിലേക്ക് തിരിച്ചു. അപ്പോൾ പതിയിരിക്കുന്ന സിംഹത്തിനും മാനിനെ വ്യക്തമായി കാണാം. ഇതിൽ നിന്നും മാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇവർ 2 പേരുടെയും ശ്രദ്ധ തന്നിലേക്ക് മാത്രമാണെന്ന്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. കുറച്ച് ചുവടുകൾ പിന്നിലേക്ക് വെച്ച മാൻ ഓടി രക്ഷപ്പെടാൻ പോവുകയാണെന്ന് വേട്ടക്കാരൻ വിചാരിച്ചു. ഒപ്പം സിംഹവും. 2 ചുവടുകൾ കൂടി പിന്നിലേക്ക് വെച്ച മാൻ വേട്ടക്കാരനെയും സിംഹത്തെയും മാറി മാറി നോക്കി. മാൻ ഇപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ പോവുകയാണെന്നുള്ള പ്രതീതി അവിടെ ജനിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയ വേട്ടക്കാരൻ ഉടൻ തന്നെ തൻ്റെ കയ്യിലെ കൂർത്ത അമ്പുകൾ എയ്തു. ആ നിമിഷം തന്നെ സിംഹവും മാനിന് നേരെ എടുത്തുചാടി. ഈ നിമിഷം മുൻകൂട്ടി കണ്ട മാൻ 2 ചുവടുകൾ മുന്നിലേക്ക് വെച്ച് താഴ്ന്നിരുന്നു. ആ നിമിഷം നിർണായകമായിരുന്നു. ആ കൂർത്ത അമ്പുകൾ വന്ന് പതിച്ചത് സിംഹത്തിന്റെ കഴുത്തിലായിരുന്നു. ചാടി വന്ന സിംഹത്തെ കണ്ട് വേട്ടക്കാരൻ പകച്ചുപോയി. അങ്ങനെ സിംഹം വേദന കൊണ്ട് വേട്ടക്കാരനെ പിന്തുടർന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഈ അവസരം പാഴാക്കാതെ പൊന്തക്കാടിനിടയിലേക്ക് മാൻ കയറി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ദൈവാനുഗ്രഹം എന്നോണം മഴ പെയ്തു. കാട്ടുതീ അണയുകയും ചെയ്തു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാൻ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഈ കഥയിലെ മാനിനെ പോലെ നാം എല്ലാവരും ജീവിതത്തിൽ ദുഷ്കരമായ സമയം നേരിടുന്നു. ചിലപ്പോൾ സിംഹത്തിൻ്റെയും വേട്ടക്കാരനെയും നദിയെയും തീയെയും നേരിടുന്ന മാൻ പോലെ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടതായി നമുക്ക് തോന്നിയേക്കാം. ഈ നിമിഷങ്ങളിൽ കുടുങ്ങിപ്പോയതായും നിസ്സഹായനായും തോന്നുന്നത് എളുപ്പമാണ്. എന്നിരുന്നാലും മാനിനെ പോലെ വ്യക്തമായി ചിന്തിക്കാനും കണക്കുകൂട്ടിയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ധൈര്യം നാം കണ്ടെത്തണം. ഗർഭിണിയും വേദനയും ഉണ്ടായിരുന്നിട്ടും ഭയത്തെ മറികടക്കാനും സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കാനും തന്ത്രപരമായി ചിന്തിക്കാനുമുള്ള മാനിന്റെ കഴിവ് നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ പോലും നമുക്ക് ആശ്രയിക്കാൻ
ഒരു ആന്തരിക ശക്തിയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഭയപ്പെടരുത്. പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ നേരിടണം. പോസിറ്റീവായി ചിന്തിക്കണം. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു നാൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് വരും. പ്രതീക്ഷയുണ്ടെങ്കിൽ എല്ലാം നന്നായി നടക്കും. ജീവിതത്തിൽ വെല്ലുവിളികൾ അനിവാര്യമാണ്. എല്ലാ ദിശകളിൽ നിന്നും നമുക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഒടുവിൽ മാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടുന്നു. കാട്ടുതീ അണയുന്നു. ചിലപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ താൽക്കാലികമാണെന്നും സ്ഥിരോത്സാഹം നമ്മെ മികച്ച ഫലങ്ങളിലേക്ക് നയിക്കുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാട്ടിലേക്ക് മാൻ രക്ഷപ്പെടുന്നത് പോലെ അസാധ്യമെന്ന് തോന്നുമ്പോഴും എപ്പോഴും പ്രതീക്ഷയും മുന്നോട്ടുള്ള വഴിയുമുണ്ട്. നമ്മുടെ മനഃശക്തിയും ദൃഢനിശ്ചയവും ഏറ്റവും ഇരുണ്ട സമയങ്ങളിലൂടെ നമ്മെ നയിക്കുന്നു. മാനിനെ പോലെ നമുക്ക് മുന്നോട്ട് നീങ്ങണം. നമ്മൾ നേരിടുന്ന പ്രതിബന്ധങ്ങൾ എന്തുതന്നെയായാലും അവയെ മറികടക്കാനും പ്രധാനപ്പെട്ടവ സംരക്ഷിക്കാനും സുരക്ഷിതത്വത്തിലേക്കുള്ള വഴി കണ്ടെത്താനുമുള്ള കഴിവ് നമുക്കുണ്ട്. ജീവിതം നമ്മെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം. പക്ഷേ ധൈര്യവും പ്രതിരോധശേഷിയും ഉപയോഗിച്ച് നമുക്കവയെ മറികടന്ന് വിജയികളാകാൻ കഴിയും. സാഹചര്യം എത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നിയാലും എല്ലായ്പ്പോഴും ഓർമ്മിക്കുക, ഏറ്റവും ഇരുണ്ട നിമിഷങ്ങൾ പലപ്പോഴും ഏറ്റവും തിളക്കമുള്ള വിജയങ്ങൾക്ക് മുമ്പാണ്. മുന്നോട്ട് നീങ്ങുക, പ്രതീക്ഷയോടെ ഇരിക്കുക. ഓരോ വെല്ലുവിളിയും നിങ്ങളെ മികച്ചതിലേക്ക് നയിക്കുന്നുവെന്ന് വിശ്വസിക്കുക. പോസിറ്റീവായി തുടരുക. ജീവിതത്തിൽ ഒരിക്കലും തളരാതെ ഇരിക്കുക. വെല്ലുവിളികൾ എത്ര തന്നെ അതിശക്തമാണെങ്കിലും ധൈര്യം, പെട്ടെന്നുള്ള തീരുമാനം, പ്രത്യാശ എന്നിവ അതിജീവനത്തിലേക്കും പുതിയ തുടക്കത്തിലേക്കും നയിക്കുന്നു.